ഇപ്പം 2024 കഴിഞ്ഞുപോയി. ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മൾ സാധാരണ നിയത്ത് വെക്കാറുണ്ട്. നിയത്ത് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവലുണ്ട്. വിസ്മയിച്ചെടുത്ത് ഏത് കാര്യങ്ങളിലും നമ്മളൊരു പടപ്പിനെ കണ്ടിട്ട് തുടങ്ങിയതല്ല, പടച്ചവനെ മാത്രം കണ്ടിട്ട് തുടങ്ങിയതാണ്. നമുക്ക് 2024 കഴിഞ്ഞുകൊണ്ട് 2025 നമുക്കൊരു നിയത്ത് വെക്കാം. ഒന്ന്, നമ്മളൊക്കെ ഈ പടച്ചവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അത് പടച്ചവൻ നമുക്ക് തന്ന വല്ലാത്തൊരു ഔദാര്യമാണ്. 5 വക്തും ജമാഅത്തായി നിസ്കരിക്കുക, ജുമാ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, വെള്ളിയാഴ്ചകൾ സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യുക, ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ ദുആകളൊക്കെ അനുഷ്ഠിക്കുക, റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കുക, പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക, താജീദ് നമസ്കാരത്തെ പ്രാധാന്യത്തോടെ കാണുക, ദുആ നമസ്കരിക്കുക, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക, കഴിവനുസരിച്ച് സക്കാത്തും സദക്കയും നൽകുക, റംദാൻ മാസത്തിൻ്റെ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുക, റംദാൻ അവസാനത്തെ 10 ഇത്തികാഫ് ഇരിക്കാൻ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പുകൾ ഉപേക്ഷിക്കാതിരിക്കുക, കഴിവെത്തിയാൽ ഹജ്ജും ഉംറയും നിർവഹിക്കുക, ഉപകാരപ്രദമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ യത്നിക്കുക, ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശീലമാക്കുക, അർത്ഥസഹിതം ഖുർആൻ പാരായണം ചെയ്യുക, ഹദീസ് പഠനവും സഹബി ചരിത്ര വായനയും പതിവാക്കുക, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കുക, അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിക്ക് മുൻഗണന നൽകുക, എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുക, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ചൊല്ലുക, ഏതവസ്ഥയും അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഇസ്ലാമിക മാനം കാത്തു സൂക്ഷിക്കുക, ഇഖ്ലാസ് നന്നാക്കി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, സൽപ്രവർത്തനങ്ങളിൽ ഒരു ആക്ഷേപകൻ്റെയും ഒരു ആക്ഷേപത്തെയും ഭയപ്പെടാതിരിക്കുക, മരണചിന്ത അധികരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ജീവിപ്പിക്കുക, മാതാപിതാക്കളുടെ കടമകളും ബാധ്യതകളും പാലിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം സുദൃഢമാക്കുക, അനാഥ വിധവ സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങുക, ഇടപാടുകളിൽ വീഴ്ച വരാതെ സൂക്ഷിക്കുക, സാമ്പത്തിക രംഗം കുറ്റമറ്റതാക്കുക, പലിശ, ചതി, വഞ്ചന, കൈക്കൂലി തുടങ്ങിയ നിഷിദ്ധ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാതിരിക്കുക, ഹറാമും ഹലാലും വ്യക്തമാവാത്ത ധനസമ്പാദന പദ്ധതികളിൽ കൂടാതിരിക്കുക, പിശുക്കിൽ നിന്നും ധൂർത്തിൽ നിന്നും മോചനം നേടുക, മരണശേഷവും നിലനിൽക്കുന്ന സമ്പാദ്യങ്ങൾക്ക് മുൻഗണന നൽകുക, തുലാസിൽ നന്മയുടെ ഘനം തൂങ്ങുന്ന സൽക്കർമ്മങ്ങളിൽ നിരതരാവുക, ജീവിതത്തിലുടനീളം സമയനിഷ്ഠ പാലിക്കുക, കരാർ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, ഉത്തരവാദിത്ത ബോധം മറക്കാതിരിക്കുക, വാക്കും പ്രവൃത്തിയും ഒന്നാക്കുക, ആവശ്യക്കാരായി വരുന്നവരോട് നന്നായി വർത്തിക്കുക, നല്ലത് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക, മറ്റുള്ളവരുടെ സൽക്കർമ്മങ്ങളെ നിസ്സാരമായി കാണാതിരിക്കുക, ചെറുതും വലുതുമായ നന്മതിന്മകളിൽ അശ്രദ്ധ വരാതെ സൂക്ഷിക്കുക, കുടുംബബന്ധവും അയൽപ്പക്ക ബന്ധവും നന്നാക്കുക, കാരുണ്യവും കരുണയും കൈവിടാതെ സൂക്ഷിക്കുക, രോഗസന്ദർശനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, ദൈവത്തെ ബാധ്യതയായി കാണുക, അമാനത്തുകൾ നിറവേറ്റുക, മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ ഭയപ്പെടുക, നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, താടി വളർത്തുക, മീശ വെട്ടുക, പുരുഷന്മാർ നിര്യാണിക്ക് താഴെ വസ്ത്രം വരാതെ സൂക്ഷിക്കുക, ഔറത്ത് വെളിവാകുന്ന വസ്ത്രം ധരിക്കാതിരിക്കുക, സഹോദരിമാർ പുറത്തിറങ്ങുമ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, വലത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, സലാം പറയലും മടക്കലും പ്രാധാന്യത്തോടെ കാണുക, പരസ്പരം സ്നേഹിക്കുക, നന്മ ശുപാർശ ചെയ്യുക, ഒരാളുടെ അഭാവത്തിൽ അദ്ദേഹത്തിനുള്ള പ്രാർത്ഥന പതിവാക്കുക, ഏഷണി, പരദൂഷണം, കുത്തുവാക്ക് തുടങ്ങിയവയിൽ നിന്ന് മുക്തരാവുക, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതിരിക്കുക, ദുർവൃത്തികൾ പ്രചരിപ്പിക്കാതിരിക്കുക, തന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് നോക്കുക, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക, ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യത്തോടെ ജീവിക്കുക, പരസഹായത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, എല്ലാ ദിവസവും ദാനം ചെയ്യുക, എല്ലാ ദിവസവും നന്മ ചെയ്യാൻ ശ്രമിക്കുക, ഇസ്തിഗ്ഫാറും നിത്യജീവിതത്തിൽ മറ്റ് ദിക്ർ ദുആകളും പതിവാക്കുക, ആയുസ് എന്തിനു വിനിയോഗിച്ചു എന്ന കാര്യത്തിൽ നഷ്ടബോധം വരാതെ ജീവിതം ചിട്ടപ്പെടുത്തുക. ഈ വായിച്ചതും പറഞ്ഞതുപോലൊക്കെ തന്നെ ജീവിതം ചിട്ടപ്പെടുത്താൻ പഠിച്ച് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ 2024 ഇതിൽ നമ്മളൊക്കെ പലതും വിട്ടുപോയിട്ടുണ്ടാവും. 2025 തുടർന്ന് ആയുസ് കിട്ടുകയാണെങ്കിൽ അത്രയും കാലം ഈ സൽക്കർമ്മങ്ങളിൽ നിരതരായി അള്ളാഹും റസൂൽ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള സൽക്കർമ്മങ്ങളിൽ നിരതരായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളും ഇതിൽ കൂടുതൽ നന്മകൾ ചെയ്ത് പടച്ചവനെ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അസ്സലാമു അലൈക്കും.